ഇത് നമുക്കൊരു 11.25 മണി കൊടുക്കും. ഏകദേശം ഒരു 1.5 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി എടുക്കാം. ക്രിസ്റ്റയിൽ വളരെ റെയർ ആയി കിട്ടുന്ന ഒരു ഐറ്റാണ്. ബ്ലാക്കിൽ ക്രിസ്റ്റ നോക്കി നടക്കുന്നവർക്ക് പറഞ്ഞാൽ യുവിയിൽ ഓട്ടോമാറ്റിക് ആണ് അല്ലേ? 14 മോഡല്. അതെ അതെ അതെ. എത്ര ചോദിക്കുന്നത് ഈ ഒരു വാഹനത്തിന്? ഇത് നമ്മൾ ചോദിക്കുന്നത് 12.25. 12.25. ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് ക്രിസ്റ്റകളൊക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് നല്ല ഗംഭീര കളക്ഷനും മാക്സിമം പ്രൈസ് ഡിസ്കൗണ്ടിലുള്ള നല്ലൊരു കിഡ്ലൻ ഷോറൂം ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെറുവാഹനങ്ങൾ മുതൽ എല്ലാ വലിയ വാഹനങ്ങൾ വരെ നമുക്കുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടയോട്ട കളക്ഷൻസ് നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഷോറൂമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ന്യൂ ഫേസിലൊക്കെ വരുന്ന ഒത്തിരി വാഹനങ്ങളുണ്ട്, പല ജനറേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഫൈസൽ ഖാൻ എടുത്താൽ ഫൈസൽ ഖാൻ നമ്മുടെ MKയിലാണ് നമ്മൾ തുടക്കം മുതൽ എന്നും നമ്മൾ ചെയ്യുന്ന സ്വന്തം ഷോറൂമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫൈസൽ ഖാൻ്റെ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പെരുന്നാളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനി നമ്മൾ വെക്കേഷനിലേക്കൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ടയോട്ടിൻ്റെ കളക്ഷൻസ് നോക്കുന്നവർക്ക് MKയിൽ ഇത്തവണ നമുക്ക് ഈ ഒരു വെക്കേഷന് വേണ്ടി അത്യാവശ്യം കളക്ഷൻസ് വന്നിട്ടില്ല. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതായത് പാലക്കാട് കോഴിക്കോട് ഹൈവേ വെള്ളോമ്പ്രം നമ്മൾ കറക്റ്റ്, അതായത് ജസ്റ്റ് അവിടെ നിന്ന് ഒരു 10-30 മീറ്റർ. അപ്പോൾ അതാണ് നമുക്ക് നമ്പറൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ക്രിസ്റ്റൻ്റെ ഫസ്റ്റ് ജനറേഷൻ ആണ്. അത് കേൾട്ടും ബീക്കിലും നമ്പറൊക്കെ ആയിട്ടുള്ള വണ്ടിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ പ്രൈസ് ആണ്. ഫസ്റ്റ് പ്രൈസ് ആണ് പറഞ്ഞാൽ നിങ്ങൾ ഇത് നമുക്കൊരു 11.25 മണി കൊടുക്കും. 11.25. ഇന്നോവൻ്റെ പ്രൈസിന് വെല്ലു വിളിക്കുന്ന പ്രൈസിനാണ്. അത് നമുക്ക് അത്യാവശ്യം നല്ല മോഡൽ കാര്യങ്ങളൊക്കെ ഉള്ള പേൾ വൈറ്റിൽ വരുന്ന ഒരു ഫസ്റ്റ് ജനറേഷനിൽ പക്ക സ്റ്റോക്ക് കണ്ടീഷനിൽ നിർത്തിയിട്ടൊരു വാഹനമാണ്. അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ ഇൻഡീസ് സൈഡൊക്കെ നോക്കുന്ന നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, LCD സ്ക്രീനൊക്കെ വരുന്നുണ്ട്. ഇക്കത് ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 16 മോഡലാണ്. 16 മോഡൽ. 16 സെക്കൻഡ് ഓർഡറാണ് വണ്ടി വരുന്നത്. കിലോമീറ്റർ 1.60 ഓടിയിട്ടുണ്ട്. 1.60 ഓടിയിട്ടുള്ളൂ. അത് നമുക്ക് 2016 മോഡലിൽ നമുക്കൊരു ഓഫർ പ്രൈസാണ് 11,75,000. 11.75 നമുക്ക് ഓഫർ പ്രൈസ് ആണ്. അത് നമ്പറൊക്കെ ആയിട്ടുള്ള പ്രൈസ് ആണ്. നമുക്ക് ഏകദേശം ഒരു 1.5 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. അടുത്താണ് ഒരു ഗ്രേ ഫിനിഷിംഗിൽ. അത് നമുക്ക് നമ്പറൊക്കെ കേൾട്ടും BM നമ്പർ ആയിട്ടുണ്ട്. 3rd ജനറേഷൻ ആണ് വന്നിട്ടുള്ളത്. ഇത് ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2018 ആണ്. G4 ആണ് വണ്ടി വരുന്നത്. 2018 G4. നമുക്ക് അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ സൈഡൊക്കെ നോക്കുക പക്ക പ്രീമിയം ലെവലിൽ നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് LCD സ്ക്രീൻ വരുന്നുണ്ട്. 2 സൈഡ് എയർ ബാഗ് കാര്യങ്ങൾ. 2018 മോഡൽ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 1.80 അല്ലേ? എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്കിത്? നമുക്കൊരു 3.75 ചോദിക്കുന്നത്. 3.5 ഒക്കെ നമുക്ക് ചെയ്യാം. 13.25. 13.25 അതിൽ നമുക്ക് ഒരു 3.5 നമുക്ക് 13.5 ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 1.5 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി എടുക്കാം. അടുത്ത നമുക്ക് ക്രിസ്റ്റയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന ഒരു കളർ തന്നെയാണ് പേൾ വൈറ്റ്. അതിൽ 3rd ജെന്നിൽ പക്ക നല്ല അഡീഷണൽ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു പൊളി ഐറ്റാണ്. ഇത് ഏതായിരുന്നു മോഡൽ കാര്യം? 2019 ആണ്. G4 പ്ലസ് ആട്ടോ. G4 പ്ലസ് ആണ്. സോ നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്ന അലോയ്സ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, എയർ ബാഗ്സ്, അങ്ങനെ അത്യാവശ്യം നമുക്ക് ഒരു ടോപ്പ് എൻഡിൽ വരുന്ന അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ കമ്പനി തന്നെ ആഡ് ഓൺ ചെയ്ത് വരുന്ന 3rd ജനറേഷനിൽ വരുന്ന 19 മോഡൽ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 1.70 ഓടി. 1.70 അല്ലേ? എത്രയായിരുന്നു നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 14.5 ലക്ഷം രൂപ ചോദിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാണ്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൽ സിംഗിൾ RC ഓണർ ആണ് ഇപ്പൊ കിടക്കുന്നത്. നമ്പറാക്കി വരുമ്പോൾ സെക്കൻഡ് വരും. സെക്കൻഡ് നമുക്ക് നമ്മളെ രജിസ്ട്രേഷൻ NOC എടുത്തിട്ട് ചെയ്യാൻ പറ്റൂല. എല്ലാം ക്ലിയർ ആണ്. NOCയിൽ നമുക്ക് ചെയ്യാൻ പറ്റും 14.90 അല്ലേ? NOCയിലല്ല, ഇവിടെ നമ്പർ ആക്കിയിട്ട് നമ്മൾ കൊടുക്കാം. വിലക്ക് നമ്പർ ആക്കിയിട്ട് 14.5 നമുക്ക് നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് കേട്ടോ. അടുത്ത വീണ്ടും നമുക്കൊരു ഗ്രേ ഫിനിഷിംഗ് തന്നെയാണ് വരുന്നത്. അത് നമുക്ക് അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2019 ആണ്. 2019 ഓപ്ഷൻ ഏതായിരുന്നു? G4 പ്ലസ് ആണ് വരുന്നത്. G4 പ്ലസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഗ്രേ വേണ്ടവർക്ക് അങ്ങനെ ഉണ്ട്, വൈറ്റ് പേൾ വൈറ്റ് വേണ്ടവർക്ക് അങ്ങനെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം എല്ലാ ഫിറ്റിങ്സും കമ്പനി തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് തന്നെ വരുന്നുണ്ട്. സോ നമുക്ക് ഒന്നും ചെയ്യിക്കാനൊന്നുമില്ല. ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? 13 ഓടിയാണ്. ഇത് സെക്കൻഡ് ഓണർ ആണ് വണ്ടി വരുന്നത്. ഇത് നമ്മൾ ഇതേ സെയിം തന്നെ ആസ്ക് ചെയ്യുന്നത്. ഏകദേശം 14.5 വരുന്നുണ്ട്. നമ്പർ ആക്കിയിട്ട് നമുക്ക് 14 നമുക്ക് ചെയ്യാൻ പറ്റും. കിലോമീറ്റർ ആകെ 1.13 ഓടിയിട്ടുള്ളൂ. 1,13,000 ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ നമുക്ക് 14 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അടുത്താണ് നമുക്ക് ഒന്നുകൂടെ നമുക്ക് ഒരു സ്പെഷ്യൽ കളറാണ്. കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ഒരു കളറാണ് ഈ ഒരു കളറ്. നമ്മൾ ഇന്നോവയിൽ നമുക്ക് സിൽക്കി ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇതൊരു ഗോൾഡൻ ടച്ച് അല്ലേ? ഇതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2017 Z ഓട്ടോമാറ്റിക് ആട്ടോ. 2017 ഏറ്റവും ടോപ്പ് എൻഡ്, അതും ടൈപ്പ് 3 ആണ് വരുന്നത്. ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ഓട്ടോമാറ്റിക് വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഏകദേശം 1.80 ഓടിയിട്ടുണ്ട് അല്ലേ? ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർ ആണ്. ഇപ്പോൾ സെക്കൻഡ് ഓണർ ആണ്. നമ്പർ ആക്കിയപ്പോൾ നമുക്ക് സെക്കൻഡ് ഓൺഷിപ്പിലേക്ക് വന്ന വാഹനമാണ് 17 Z ഓട്ടോമാറ്റിക്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഇത്?
ഇത് നമ്മൾ ചോദിക്കുന്നത് 10000 രൂപ ചോദിക്കുന്നത്. 10000 രൂപയാണ്. സെഡ് ഓട്ടോമാറ്റിക് ആണ്, നമ്പറൊക്കെ ആയിട്ടുള്ള പ്രൈസ് ആണ്. ഇതൊക്കെ നമുക്ക് ഏകദേശം 1.5 രൂപ ഉണ്ടെങ്കിൽ ക്രിസ്റ്റകളൊക്കെ ഇറക്കാൻ പറ്റും. ഇതിനിടയിൽ ഇനിയും ക്രിസ്റ്റകളുണ്ട്. ഇടയിൽ നമുക്ക് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്യാണ്. അതാണ് നമുക്ക് ഒരു സിൽക്കി ഗോൾഡിൽ വരുന്ന ഒരു ഇന്നോവയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2014 കേട്ടോ. 2014 വണ്ടി അല്ലേ? സെക്കൻഡ് ഓണർ ആണ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല നീറ്റ് ആണ് വണ്ടി. ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? വി ആണ് അന്നത്തെ ടോപ്പ് എൻഡ് അല്ലേ? അതേപോലെ നമുക്ക് അത്യാവശ്യം സ്കേർട്ടിങ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും വന്നിട്ടുണ്ട്. ഇന്റീരിയർ എക്സ്ട്രാ പക്ക വെൽ മെയിൻഡ് ആയിട്ടുള്ള 2014 മോഡൽ വണ്ടി. എനിക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇത്? ഇത് നമ്മൾ 8 രൂപ ചോദിക്കുന്നത്. 8 രൂപക്കാണ് നമുക്ക് ചെയ്യുന്നത്. ചെറിയൊരു പ്രൈസിന് ഏകദേശം ഒരു 1 രൂപ 1.5 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. വി ആണ് അന്നത്തെ ടോപ്പ് ലോഡ് വണ്ടി കേട്ടോ. അടുത്ത നമുക്ക് ഇതാണോ വീണ്ടും നമുക്കൊരു പേൾ വൈറ്റ് തന്നെയാണ് വരുന്നത്. ക്രിസ്റ്റ്യനാണ്. നമുക്ക് ഇതാണോ പ്രീമിയം വണ്ടിയൊക്കെ വരുന്നുണ്ട്. ബെൻസ് വെറും ചെറിയൊരു വാഗണറൊക്കെ പ്രൈസിലും ഉണ്ടാകും. ഇത് നമ്മൾ അടുത്ത പാർട്ടിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം ബഡ്ജറ്റ് കാറുകൾ ഒരു പാർട്ടുണ്ട്. അപ്പോൾ അതാണ് വീണ്ടും നമുക്കൊരു പേൾ വൈറ്റ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2018 വണ്ടി അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? സോറി, 2019 വണ്ടിയാണ്. ഏകദേശം 160 ഓടിയിട്ടുണ്ട് ഈ വണ്ടി. ഓക്കെ. ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? G4+ ആണ്. സോ നമുക്ക് അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് വന്നിട്ടുണ്ട്. ടൈപ്പ് 3 ആണ് വരുന്നത്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 14,500 നമുക്ക് ചെയ്യാൻ പറ്റും. ഏഷ്യൻ ട്രാക്കിന്റെ ഒരു 1.5 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം. ഇനി അതിനൊരു സിൽവർ ഫിനിഷിംഗ് ആണ്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങൾ? 2019-20 രജിസ്ട്രേഷൻ. 2019-20 രജിസ്ട്രേഷന്. ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? G4 ആണ് വരുന്നത്. ഇത് ഏകദേശം 1 lakh ഓടിയിട്ടുള്ളൂ വണ്ടി. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 14 തന്നെ. 14 ഇതിന്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാല് നമുക്ക് ലോ കിലോമീറ്റർ ആണ് മോഡല്. അതെ, 2019-20 രജിസ്ട്രേഷൻ 20 രജിസ്ട്രേഷനും ഉണ്ട്. സോ മോഡൽ കൂടിയ വണ്ടിയാണ്. നമുക്ക് ലോ കിലോമീറ്റർ ആണ്. ലോ കിലോമീറ്റർ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അതേപോലെ നമുക്ക് അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. വീണ്ടും നമുക്കൊരു പേൾ വൈറ്റ് തന്നെയാണ്. ഇത് 2017 മോഡൽ അല്ലേ? ഇത് എങ്ങനെയായിരുന്നു പിന്നെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? 2017 ആണ്. അത് കിലോമീറ്റർ വരുന്നത് ഏകദേശം 1.43 ഓടിയിട്ടുണ്ട്. 1.43 നമ്പർ ആയിട്ടില്ല. നമ്പർ ആയിട്ടുള്ള വില നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു 13.4 വരും. 13.4 നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത വീണ്ടും നമുക്കൊരു പേൾ വൈറ്റ് തന്നെയാണ്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2018 വണ്ടിയാണ്. 2019 G4+ ആണ് വരുന്നത്. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇതൊക്കെ നമ്പറായി വരുമ്പോൾ നമുക്ക് ഏകദേശം 14 വരുന്നുണ്ട്. 2019 വണ്ടി. വണ്ടി ഒന്നും നീറ്റാണ്ടോ, ഒന്നും പറയാ. എല്ലാ ഭാഗത്തും സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഓൾറെഡി എല്ലാം നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഒക്കെ ടൈപ്പ് 3 കൺവേർട്ട് ചെയ്താണ് വണ്ടി. ഓക്കെ. നമുക്ക് നിലവിലൊന്നും ചെയ്യാല്ല, നേരെ ഡീസൽ അടിച്ചങ്ങ് ഓടിയാൽ മതി. അത്രയും പക്ക പെർഫെക്റ്റ്. അടുത്തതാണ് നമുക്ക് വീണ്ടും ഒരു ക്രിസ്റ്റ്യനാണ്. ഇത് കേരള വണ്ടിയാണോ വരുന്നത്? കേരള അല്ല, അത് റിയാണ്. 2018 ഓട്ടോമാറ്റിക് വരുന്നത്. 2018 ഓട്ടോമാറ്റിക് G4 ഓട്ടോമാറ്റിക് 59 ഓടിയിട്ടുണ്ട്. ഇപ്പൊ സെക്കൻഡ് RC ഓണർ ആണ് വരുന്നത്. ഓക്കെ. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 16 ലക്ഷം രൂപയാണ്. ഇതിലൊക്കെ താഴെ എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. ഇതിന്റെ ഞാൻ പറഞ്ഞു 18 മോഡൽ നമ്മൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. Z ഓട്ടോമാറ്റിക്, G4 ഓട്ടോമാറ്റിക്. അതെ, G4 ഓട്ടോമാറ്റിക് നമ്മൾ ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ഉണ്ടാവും. താഴെ ചെയ്യാൻ പറ്റും ചെയ്തു കൊടുക്കാം. ആളുകൾ വന്ന് ഇഷ്ടപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല. അടുത്ത വീണ്ടും നമുക്കൊരു സിൽവർ ഫിനിഷിംഗ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2017 ആണ്. G4 ആണ് വരുന്നത്. മാനുവൽ ആണ് വണ്ടി വരുന്നത്. ഏകദേശം ഓട്ടം വരുന്നത് 273 ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണർ ആണ്. നമ്പർ ആക്കി വരുമ്പോൾ നമുക്ക് സെക്കൻഡ് ഓണർ ആയിട്ട് വരും. എത്ര രൂപ? 13.4 നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ് വരുന്നത് കേട്ടോ. അടുത്ത വീണ്ടും ഒരു പേൾ വൈറ്റ് ആണ്. 2018 മോഡൽ അല്ലേ? G4+ ആണ് വരുന്നത്. അല്ല, G4 ആണ്. 1.40 ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണർ ആണ് ഈ വണ്ടി. നമ്പർ ആയിട്ടില്ല. നമ്പർ ആക്കി വരുമ്പോൾ സെക്കൻഡ് ഓണർ ആയി നേരത്തെ പറഞ്ഞവർക്ക് വരും. ഇത് ഏകദേശം നമുക്ക് 13.4 വരും. അതിൽ താഴെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമ്മൾ വിലയിലെല്ലാം ചെയ്ത് കൊടുക്കും. ഓക്കെ. വണ്ടി വന്ന് കാണുന്നതനുസരിച്ച് നമുക്ക് പാർട്ടിക്കനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അത് നമുക്ക് ഒരു 1.5 രൂപ ഇറക്കാൻ പറ്റും. അടുത്ത നമുക്കൊരു കിഡിൽ ഐറ്റാണ്. കാരണം നമുക്ക് ക്രിസ്റ്റയിൽ വളരെ റെയറായി കിട്ടുന്ന ഒരു ഐറ്റാണ്. ബ്ലാക്കിൽ ക്രിസ്റ്റ നോക്കി നടക്കുന്നവർക്ക് പറഞ്ഞാൽ വളരെ റെയർ എഡിഷൻ ആണ്. ഫുൾ ബ്ലാക്കിൽ ക്രിസ്റ്റ നോക്കുന്നവർക്ക് ടൈപ്പ് 3 ഫുൾ ബ്ലാക്കിൽ ഒരു കിഡിൽ ഐറ്റം. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017 ആണ്. 2017 മോഡൽ അല്ലേ? അപ്പോൾ ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളി ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു വണ്ടി അല്ലേ? ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 1.60 ഓടിയിട്ട് സെക്കൻഡ് RC ഓണർ ആണ് വണ്ടി. അത് 13.5 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ആ സ്റ്റെപ്പ് കാര്യങ്ങൾ ക്രോമോ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. ഫുൾ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കൊക്കെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫാൻസി കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പിന്നെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ചോദിക്കുന്നത് നമ്മൾ 13 റുപ്യ ചോദിക്കുന്നത്. ബ്ലാക്ക് ആയതുകൊണ്ടാണ്. ഇപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ്. ഇതല്ല വില, അത് നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസാണ് പറഞ്ഞത്.
യെസ്, അപ്പോൾ അതാണ് ഫുൾ ബ്ലാക്കിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടി. അത് നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അടുത്തത് നമുക്ക് മുന്തിരി കളർ, ഇത് പർപ്പിളും ഇതേപോലെ തന്നെ നമുക്ക് നല്ല ഡിമാൻഡ് വന്നൊരു മോഡലാണ്. നമ്പറൊക്കെ ആയിട്ടുണ്ട് ഓൾറെഡി. കേട്ടൻ ബേക്കിയൽ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2016 Z ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. യെസ്, അത് ടൈപ്പ് 2 ആണ് വരുന്നത് അല്ലേ? അതെ അതെ, ടൈപ്പ് 2 ആണ്. അപ്പോൾ ഇത് നമുക്ക് ടൈപ്പ് 2 ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയുണ്ട്. ഫസ്റ്റ് ജനറേഷൻ ഉണ്ട്, സെക്കൻഡ് ജനറേഷൻ, എല്ലാ ജനറേഷനിലുള്ള മോഡൽസ് ഉണ്ട്. അതിൽ ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇന്റീരിയർ ഒക്കെ നോക്കുന്നതൊക്കെ നമുക്ക് വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇന്ത്യയിലൊക്കെ നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. 2016 Z ഓട്ടോമാറ്റിക് ടൈപ്പ് 2 വരുന്നില്ല. ഗ്രേപ്പ് കളർ. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 1590 ചോദിക്കുന്നത്. 1590 ചെയ്ത് കൊടുക്കാൻ പറ്റും. Z ഓട്ടോമാറ്റിക് അതേ സെയിം സാധനം തന്നെയാണ്. സെയിം, അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത്. Z ഓട്ടോമാറ്റിക്കിൽ ടൈപ്പ് 3 ആണ് വരുന്നത്. അതേപോലെ നമുക്ക് അത്യാവശ്യം നമുക്ക് അഡീഷണൽ ഫിറ്റിംഗ്സുകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒന്നും ചെയ്യിക്കാനില്ല. നിലവിൽ നമുക്ക് ഡീസൽ അടിച്ച് അങ്ങ് ഓടിയാൽ മതി അല്ലേ? ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? ഇത് 160 ഓടിയുണ്ട്. 160 Z ഓട്ടോമാറ്റിക് ആണ്. സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി കേട്ടോ. സർവീസ് എല്ലാം പക്കയായിട്ടുള്ള വണ്ടി അല്ലേ? എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 1590. 1590 തന്നെയാണ്. Z ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. എന്ത് ചെയ്യാട്ടോ. അടുത്ത നമുക്കൊരു ഗ്രേ ഫിനിഷിംഗ് തന്നെയാണ് വീണ്ടും വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2016 ആണ്. അത് G4 ഓട്ടോമാറ്റിക് ആണ്. G4 ഓട്ടോമാറ്റിക് ആണ്. ഇത് ഒറിജിനൽ കേരളമാണ് വണ്ടി. റീ ആണ്. ഇത് ഏകദേശം ഓട്ടം വരുന്നത് 1:35-40 ഓടിയിട്ടുള്ളൂ. ഇത് ആസ്ക് ചെയ്യുന്ന നമ്മുടെ വണ്ടിക്ക് വില ചോദിക്കുന്നത് 14 രൂപ. G4 ഓട്ടോമാറ്റിക് ആണ്. 14 രൂപക്കാണ് G4 ഓട്ടോമാറ്റിക് വരുന്നത്. ഇന്റീരിയറൊക്കെ എക്സ്ട്രാ ഒക്കെ നല്ല പക്ക വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിളാണ് കേട്ടോ. അടുത്ത നമുക്കൊരു ഫോർച്യൂണർ ആണ്. അതിന് നമുക്ക് നിലവിൽ ഇത് റീ വണ്ടിയാണോ കേരള വണ്ടിയാണോ? റീ ആണ് അല്ലേ? ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2013 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക് ആണ് അല്ലേ? 14 മോഡൽ. എത്ര ചോദിക്കുന്നത് ഈ വാഹനത്തിന്? ഇത് നമ്മൾ ചോദിക്കുന്നത് 12.3. 12.3. ബെസ്റ്റ് ഒരു ഓഫർ പ്രൈസിനാണ് ഫോർച്യൂണർ. അപ്പോൾ 2 വീൽ ഓട്ടോമാറ്റിക് ഒരു ബഡ്ജറ്റ് പ്രൈസ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. സോ നമുക്ക് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതായത് നമ്പർ ആയിട്ടുള്ള പ്രൈസാണ്, വിത്ത് ഫാൻസി നമ്പറൊക്കെ വരുന്ന വണ്ടിയാണ്. 12.3 അല്ലേ? മാക്സിമം 1.5 രൂപ വണ്ടി ഇറക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടായിരുന്നത് MKL-ആയിരുന്നു. അടുത്തൊരു ദിവസം നമുക്ക് തവണ നല്ലൊരു ബഡ്ജറ്റ് പ്രൈസിൽ അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനങ്ങൾ വരുന്നുണ്ട്. സോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വള്ളോമ്പ്രത്താണ്, പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ തന്നെ. അപ്പോൾ കൂടുതൽ കേസ് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നൊരു വീഡിയോ കാണാം. അസ്മി റിയാസൻ ഫൈസൽക്ക സൈനിങ് ഓഫ്.